ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പ്രിയ ദൈവം എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലുള്ള പഠനത്തിന്റെ ഭാഗമായി ഇന്ന് നമുക്ക് യേശുക്രിസ്തുവിനെ പറ്റി പഠനം ആരംഭിക്കാൻ കർത്താവ് വിശകലനപ്പെടുകയാണ്. ഞാനത് ആമുഖമായി പറയുമ്പോൾ പലർക്കും അവിശ്വസനീയത തോന്നിയേക്കാമെങ്കിലും തിരുവചന വെളിച്ചത്തിൽ നമ്മുടെ വിഷയങ്ങൾ നമുക്ക് വിലയിരുത്തി പഠിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. യേശുക്രിസ്തു വാസ്തവമായും ഒരു സൃഷ്ടിയാണ്, ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്ന് വചനം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗത്തിലൂടെ ഒന്ന് കടന്നു പോകാം. വേദപുസ്തകത്തിലെ ഏറ്റവും ഗൗരവമേറിയ ഒരു പുസ്തകമാണല്ലോ വെളിപ്പാട്. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസീയമാണെന്ന സത്യത്തെ മറന്നുകൊണ്ടല്ല വെളിപ്പാട് പുസ്തകത്തെ പറ്റി പരാമർശിച്ചത്. അതിന് ഏറ്റവും വലിയ പ്രത്യേകത പിതാവായ ദൈവം പുത്രനെ കാണിച്ച വെളിപ്പാട് പുത്രൻ, അതായത് യേശുക്രിസ്തു, തൻ്റെ ഒരു ദൂതൻ വഴി തൻ്റെ പ്രിയശിഷ്യനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. അദ്ദേഹം എഴുതിയതാണ് ഈ പുസ്തകം. ചുരുക്കത്തിൽ, പിതാവായ ദൈവവും പുത്രനായ യേശുക്രിസ്തുവും തൻ്റെ ദൂതനും യോഹന്നാനും ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ഏറ്റവും ആധികാരികമായി എഴുതിയ ഗ്രന്ഥമാണ് വെളിപ്പാട്. അതുകൊണ്ടാണ് അതിന് പ്രാധാന്യം കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നിയത്. 7 സഭകൾക്കും കർത്താവ് തന്നെ പ്രതിഫലം കൊടുക്കുന്നതായും അവരുടെ സകല ചലനങ്ങളും ശ്രദ്ധിക്കുന്നവനായും വെളിപ്പാട് ദിവസം 2:21 വായിക്കുമ്പോൾ നമുക്കറിയാം, ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ശോധന ചെയ്യുന്നവനാണ്. ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. തന്നെ പറ്റിയുള്ള വിശേഷങ്ങൾ കർത്താവ് തന്നെ പറയുന്നത് കൊണ്ട് ഏറ്റവും ആധികാരികവും അംഗീകാരയോഗ്യവുമാണല്ലോ. കർത്താവല്ലേ നേരിട്ട് പറയുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ വാക്കുകളെ ഒരു വ്യാഖ്യാനവും കൂടാതെ നമുക്ക് മുഖവിലേക്ക് എടുക്കാമല്ലോ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലെ 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു എന്ന വാക്യത്തിൽ നിന്ന് പിതാവായ ദൈവത്തിന്റെ സൃഷ്ടിയുടെ ആരംഭമായി തന്റെ ഓമനകുമാരനായ ദൈവപുത്രൻ എന്നുള്ള പദം വെളിപ്പാട് പുസ്തകത്തിൽ യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ യോഹന്നാൻ. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. 3-ലെ 14-ാം വാക്യം നമ്മൾ മൊത്തം ഒന്ന് വായിക്കുകയാണെങ്കിൽ ഇവിടെ വായിക്കുന്ന ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു നോക്കാം. ആ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണല്ലോ: ലവദോക്യയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. 2-3 കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, യേശുക്രിസ്തു തന്നെ പറ്റി പറയുകയാണ്. താൻ വിശ്വസ്തനാണ്, സത്യവാനാണ്, സാക്ഷിയാണ്. അതിലേറ്റവും ഗൗരവമായി കാണേണ്ട ഒരു വാക്യമാണ് ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. ഇതിൽ കവിഞ്ഞ് എന്ത് തെളിവാണ് നമുക്ക് വേണ്ടത്? യേശുക്രിസ്തു തന്നെ പറ്റി കൃത്യമായി വ്യക്തമായി പറയുകയാണ്, താൻ ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവനാകുന്നു എന്ന്. ഇത് ഒരു വ്യാഖ്യാനവും കൂടാതെ നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമല്ലേ. പിന്നെ നമ്മൾ മറ്റെന്തിനെ വേറെ അവിടെ ഇവിടെയൊക്കെ തപ്പി നടക്കേണ്ട കാര്യമില്ലല്ലോ. പലപ്പോഴും ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വാക്യപ്രകാരം വചനത്താൽ ജനിപ്പിച്ചു എന്നുള്ള വാക്യമൊക്കെ നമുക്ക് കാണാമല്ലോ. ഈ വാക്യങ്ങളെ ഉറപ്പിക്കുന്ന ഇടവാക്യങ്ങൾ, അപ്പൊ അതിനകത്ത് നമുക്ക് ഈ അതിന്റെ കൊളോസ്യർ ലേഖനം 1-ാം അധ്യായത്തിലെ 15-ാം വാക്യത്തിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 1-ാം വാക്യം എന്ന് പറഞ്ഞ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വാക്യം പറയുന്ന ദൈവജനമേ, എനിക്ക് ഒരു സംശയം ഉണ്ട്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നതോടൊരു ചോദ്യം എന്നുള്ള എൻ്റെ ഒരു സംശയവാദത്തിന് വേണ്ടി ഒരു ചോദ്യം മാത്രം, അത്രേ ഉള്ളൂ. അല്ലാതെ ആരെയും കുഴപ്പിക്കാനോ ഞാൻ ക്യാമറ കാണിക്കാനോ അല്ലേ 100% അല്ല. അതിനകത്ത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ 3-ാം വാക്യത്തിൽ ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വെളിച്ചമുണ്ടായി. അത് നല്ലതെന്ന് ദൈവം കണ്ടു. നമുക്ക് വാക്യങ്ങൾ അറിയാമല്ലോ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്: വെളിച്ചം ദൈവമാണോ?
ദൈവത്തിലിരുന്ന വാക്യമല്ലേ, ദൈവത്തിലിരുന്ന വചനമല്ലേ ദൈവം ഉരുവിട്ടത്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വെളിച്ചമുണ്ടായി. ഇപ്പോ ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ പറ്റിയാണ് എന്ന് പറയുന്ന വ്യക്തികൾ, അതിനെപ്പറ്റി എനിക്കൊരു ചിന്ത ഇതാണ്. അപ്പൊ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ വാക്യം, ദൈവത്തിനകത്തിരുന്ന വാക്യം പുറത്തു വന്നപ്പോൾ വെളിച്ചമായെങ്കിൽ വെളിച്ചവും യേശുക്രിസ്തുവിനെ പോലെ തന്നെ ദൈവമാകേണ്ടതല്ലയോ എന്നാണ് എൻ്റെ ഒരു സംശയം. എൻ്റെ ഒരു സംശയമാണ്. അതുപോലെ നമുക്കറിയാം, ഈ നമ്മുടെ സങ്കീർത്തന പുസ്തകം 31-ാം അധ്യായത്തിലെ ഒരു വാക്യമുണ്ടല്ലോ, അതിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് വന്നാൽ നമുക്ക് കാണാവുന്ന ഒരു വാക്യം, സങ്കീർത്തനം 33-ന്റെ 3-ാം അതിലെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്: യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. ആ വചനം ഒന്ന് ശ്രദ്ധിക്കൂ. യഹോവയുടെ വചനത്താൽ ആകാശവും. അപ്പൊ ഈ വചനമാണല്ലോ ആകാശം സൃഷ്ടിച്ചത്. അപ്പൊ ആകാശം ദൈവമാണോ എന്ന ചോദ്യത്തിനും ഈ ഒരു ഉത്തരം കിട്ടിയാൽ ഉപകാരമായിരുന്നു. അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. അപ്പൊ ആ സൈന്യമൊക്കെ ദൈവം ആകേണ്ടതില്ലേ ആ നിലയിൽ നോക്കിയാൽ എന്ന് എനിക്കൊരു സംശയം തോന്നിപ്പോവുകയാണ്. അതിൻ്റെ എന്തെങ്കിലും കൃത്യമായി മറുപടി അറിയാവുന്നവര് ആ വിഷയത്തെപ്പറ്റി വിവരവുമായി ഒരു മറുപടി തന്നാൽ വളരെ ഉപകാരമായി. മറ്റൊരു സംശയമാണ് എനിക്കുള്ളത്. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ അതിൻ്റെ 9-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് ഒരു വിധത്തിൽ പറയാം. അവന്റെ പിതാവിനെ മൽക്കീസേദെക്ക് എതിരേറ്റപ്പോൾ ലേവി അവന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നുവല്ലോ. ഇതിന്റെ അർത്ഥം ചിന്തിച്ചാൽ, അബ്രഹാം പിതാവ് മൽക്കീസേദെക്കിനെ എതിരേറ്റപ്പോൾ ലേവി പോയിട്ട് അബ്രഹാം പിതാവിന്റെ മകൻ ഇസ്ഹാക്ക് പോലും ജനിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് എത്രയോ നമുക്കറിയാം, 99-ാമത്തെ വയസ്സിലാണ് ഇസ്ഹാക്ക് ജനിക്കുന്നത്. ഇസ്ഹാക്ക് ജനിച്ച് അത് കഴിഞ്ഞ് ഇസ്ഹാക്ക് ജനിച്ച് 40-ാമത്തെ വയസ്സിലാണ് നമുക്കറിയാവുന്നതുപോലെ തന്റെ മകനുണ്ടാകുന്നത്, യാക്കോബ് ഉണ്ടാകുന്നത്. യാക്കോബിന്റെ 12 ഗോത്രങ്ങളിൽ പെട്ട ഒരാളാണല്ലോ ലേവി. ഇപ്പൊ ഏകദേശം ഒരു 100 വർഷമെങ്കിലും അബ്രഹാം പിതാവ് മൽക്കീസേദെക്കും കണ്ട ശേഷം, ഏകദേശം, ഞാൻ കണക്ക് ഒന്നും കൃത്യം കൂട്ടി പറയുന്നതല്ല, ഏകദേശം 100 വർഷമെങ്കിലും ഗ്യാപ്പ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ 100 വർഷത്തിന് ശേഷം ജനിച്ച ലേവി അബ്രഹാം പിതാവിൽ മറഞ്ഞിരുന്നതുപോലെ ആശയം ചിന്തിക്കണമേ. ലേവിയെ പറ്റി യാതൊരു വിവരവുമില്ല. 4-ാമത്തെ തലമുറക്കാരനാണ് ലേവി. പക്ഷെ എന്നിട്ട് പോലും ലേവി പോലും മൽക്കീസേദെക്കിന് ദശാംശം കൊടുത്തു എന്ന് പറയാമെന്ന് എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൽ മറഞ്ഞിരുന്ന ദൈവത്തിന്റെ വചനമായ യേശുക്രിസ്തു ദൈവത്തിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടിയുടെ അതിനൊക്കെ മുൻപ് തന്നെ ദൈവം ആദ്യം സൃഷ്ടിച്ചത് തന്റെ പുത്രനായ ഈ ദൈവപുത്രനെ തന്നെയാണ്. യേശുക്രിസ്തു അല്ല. യേശുക്രിസ്തു ജനിക്കുന്നതിനൊക്കെ എത്രയോ കോടാനുകോടി യുഗങ്ങൾക്ക് മുൻപേ ദൈവപുത്രനും, അതായത് നമുക്ക് വേണ്ടി ഇവിടെ ഈ ഭൂമിയിൽ വന്ന് നമ്മെ വേണ്ടി എടുത്ത് നമ്മുടെ രക്ഷിതാവും ഗുരുവുമായ കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ സന്നിധിയിൽ ജനിച്ചിരുന്നു, ദൈവപുത്രനായിരുന്നു. അതാണ് എനിക്ക് മനസ്സിലാകാൻ കഴിയുന്നത്. യേശു ദൈവത്തിന്റെ പ്രമോദമായി ദൈവത്തോടു കൂടെ സകല സൃഷ്ടിക്കും താൻ ഒരു മുഖാന്തരമായിരുന്നു. താൻ മുഖാന്തരം എന്ന് പറയുമ്പോൾ ആ എല്ലാ സൃഷ്ടിയുടെയും ഏറ്റവും ആരംഭത്തിൽ യേശു കർത്താവ് ദൈവം സൃഷ്ടിച്ചിരുന്നു എന്നത് തിരുവചനത്തിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു വാക്യം എനിക്ക് മനസ്സിലാകുന്നത്. നമുക്കറിയാമല്ലോ, യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിച്ചാൽ അതിനകത്ത് തന്നെ പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ.
പിതാവിന്റെ ഏകജാതനായ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ പിതാവിന്റെ മടിയിലിരിക്കുന്നു. അപ്പൊ പിതാവായ ദൈവം തന്റെ മനസ്സിൽ ധ്യാനിച്ചു എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞുക, എനിക്കൊരു പുത്രൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ പുത്രൻ ജനിച്ചു. അതാണ് യേശു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമുക്കറിയാം, സങ്കീർത്തന പുസ്തകം അതിന് 33 അധ്യായത്തിൽ 9 വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു; അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. അപ്പൊ ദൈവം ഒരു വാക്കൊന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കുക. അത് എങ്ങനെ എന്തെന്നൊന്നും നമ്മൾ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ എനിക്കൊരു പുത്രൻ ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ഒരു മകൻ ഉണ്ടാകട്ടെ എന്ന് ദൈവം മനസ്സിൽ ധ്യാനിക്കുകയോ ഉറക്കെ പറയുകയോ ചെയ്തപ്പോൾ തനിക്കൊരു പുത്രനുണ്ടായി. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ദൈവത്തിൽ മറിഞ്ഞിരുന്ന ദൈവത്തിന്റെ വചനം ഒരു ഒരു എന്താ പറയാ പ്രവൃത്തി പശത്തിലെത്തി എന്ന് പറഞ്ഞാൽ ക്രിയാത്മകമായ ഒരു മകനായി ജനിച്ചു, പ്രപഞ്ചത്തിൽ ജനിച്ചു. പിന്നീടാണ് തന്റെ സൃഷ്ടികളെല്ലാം ആരംഭിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു മുഖാന്തരം യേശുവിന് വേണ്ടി സകലതും സൃഷ്ടിക്കപ്പെട്ടു എന്ന വാക്യം നമ്മൾ കാണുന്നില്ലേ? അപ്പോൾ തന്നെ ഈ തിരുവചനത്തിൽ ഏറ്റവും ഗൗരവമായി എനിക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു വാക്യമാണ്, അതായത് സദൃശ്യവാക്യം അതിലെ 8-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവ പണ്ടുപണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി തന്റെ പ്രവൃത്തിയുടെ ആദ്യമായി എന്നെ ഉളവാക്കി. ഈ വാക്യം കൃത്യമായിട്ടും യേശു ക്രിസ്തുവിനെ പറ്റി തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം ആ പുസ്തകം മൊത്തം, അതായത് ഈ 8-ാം അധ്യായം ജ്ഞാനത്തെപ്പറ്റി, ജ്ഞാനം വിളിച്ചു പറയുന്ന വാക്യമാണ് തുടങ്ങുന്നത്. ഈ ജ്ഞാനം എന്ന വാക്യം വാസ്തവത്തിൽ യേശു ക്രിസ്തുവിനെ പറ്റി തന്നെയാണ് എന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് 8-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ തൻ്റെ വഴികളുടെ ആരംഭമായി തൻ്റെ പ്രവൃത്തിയുടെ ആദ്യമായി എന്നെ ഉളവാക്കി എന്ന് പറഞ്ഞാൽ അത് യേശു ക്രിസ്തുവിനെ പറ്റിയാണ്. യേശുവാണ് ആദ്യമായി തൻ്റെ ദൈവത്തിന്റെ വഴിയുടെ ആരംഭമായി ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആദ്യമായി ഉളവാക്കിയ വ്യക്തി. അത് യേശു ക്രിസ്തുവാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതും ഗ്രഹിക്കുന്നതും. കാരണം വളരെ വ്യക്തമായി ആ വിഷയത്തിൽ യേശു ക്രിസ്തുവിന്റെ ആദ്യം സകലത്തിന്റെയും മുൻപിൽ ആദ്യം, അതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചു കേട്ടില്ലേ? ആ വാക്യത്തിൽ വളരെ സ്പഷ്ടമാണല്ലോ. വെളിപ്പാട് പുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് സകലത്തിന്റെയും സൃഷ്ടി ആരംഭം ഈ നിലയിലാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സൃഷ്ടി പരമമായി ഉണ്ടാകുന്നത്, ആദ്യമായി ഉണ്ടാകുന്നത് തന്റെ വചനത്താൽ. അതിനുശേഷമാണ് പ്രപഞ്ചത്തിലെ സകല സൃഷ്ടിയിൽ. കൊളോസ്യ ലേഖനത്തിലെ വാക്യത്തിലൂടെ നമുക്കൊന്ന് വരാം. അവിടെ കൊളോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം: അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകും. അവിടെ തന്നെ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണെന്ന്. അപ്പൊ തന്നെ ആ വാക്യം അതിന്റെ ശരിയായ അർത്ഥത്തിലെടുക്കൂ. സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. അത് വളരെ ക്ലിയറായിട്ട് അവിടെ പറയുന്നില്ലേ? ഇനി അതിന്റെ 18-ാം വാക്യം നോക്കിക്കേ: അവൻ സഭയെന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുൻപനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരിൽ നിന്ന് ആദ്യജാതനും ആയി എഴുന്നേറ്റവനുമാകും. കേട്ടോ, താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭമാണ്. ആരംഭമാണ് ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുക. ഇതിനൊക്കെ വേറെ വ്യാഖ്യാനത്തിന് പോകണ എന്തിനാ? അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായി തിരുവചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, യേശു ക്രിസ്തു ദൈവത്തിന്റെ ആദ്യത്തെ സൃഷ്ടിയാണെന്ന്. പിന്നെ പ്രപഞ്ചത്തിന്റെ എല്ലാ സൃഷ്ടികളിലും യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യവും കൂട്ടായ്മയും ഉണ്ടായിരുന്നു എന്നും കൃത്യമായി പറയുന്നു. പിന്നെ എന്താ പറയുക, മുഖാന്തരം എന്ന വാക്ക് അത് വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വാക്യമാണ്. മുഖാന്തരം എന്ന് പറഞ്ഞാൽ യേശുവാണ് അത് സൃഷ്ടിച്ചത് എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളോട് എന്തു പറയാൻ? മുഖാന്തരം എന്ന വാക്ക് തിരുവചനത്തിൽ ധാരാളമായിട്ട് കാണാൻ കഴിയും. അവിടെയൊക്കെ നമ്മൾ ആ മുഖാന്തരം എന്ന വാക്കിന്റെ അർത്ഥം അന്വേഷിച്ചാൽ എനിക്കറിയില്ല എങ്ങനെ ഇത്രയും ദുർബലമായ വ്യാഖ്യാനങ്ങൾ വരുന്നുവെന്ന്. മുഖാന്തരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ വ്യക്തി ഇത് സൃഷ്ടിച്ചു എന്ന അർത്ഥം വരുന്നില്ല.
യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 7-ാം വാക്യം തന്നെ നമ്മൾ നോക്കിക്കുകയും അവിടെ നമ്മൾ കൃത്യമായിട്ട് കാണുന്ന ഒരു വാക്യമുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തിലെ 7-ാം വാക്യത്തിൽ കാണുന്നത് യോഹന്നാന്റെ അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം കണ്ടോ, താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം വരുവാൻ വന്നു. താൻ മുഖാന്തരം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? ഇനി അതിന്റെ 17-ാം വാക്യം കൂടെ നോക്കിയേ. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം തന്നത് മോശയാണെങ്കിലും അതിന്റെ ഉടമസ്ഥൻ മോശയല്ലല്ലോ, ദൈവമല്ലേ ഉടമസ്ഥൻ. മോശ വഴിയെ നമുക്ക് കിട്ടിയതല്ലേ ഉള്ളൂ എന്നതുപോലെയാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് നമ്മള് അതിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നില്ല, അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് പറയുമ്പോൾ യേശുവാണ് സർവ്വവും സൃഷ്ടിച്ചത് എന്ന വ്യാഖ്യാനം എത്ര ദുർബലമാണ് എന്ന് പറയാനാണ് ഇത് പറഞ്ഞു വന്നത്. അതുകൊണ്ട് സർവസൃഷ്ടിയുടെയും ആരംഭം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം, യഹോവയായ ഏകസത്യ ദൈവം ആദ്യം സൃഷ്ടിച്ച് തന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശു മിശിഹായെ തന്നെയാണ്. അന്ന് താൻ പുത്രനായിട്ട് പിതാവിനോടുകൂടി പിതാവിന്റെ മടിയിൽ പിതാവിന്റെ പ്രമോദമായി തന്നോടുകൂടെ വസിച്ചു. സംശയമുള്ളവർ ഈ സദൃശ്യവാക്യം 8-ാം അധ്യായം വളരെ ഗൗരവമായി പ്രാർത്ഥനയോടെ വായിച്ച് ധ്യാനിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ പെടുകയാണ്. യേശുക്രിസ്തുവിന്റെ ഒരു വലിയ ക്വാളിറ്റിയാണ് ജ്ഞാനം എന്നുള്ളത്. യേശുക്രിസ്തുവിന്റെ ഒരു പര്യായമായിട്ട് കൂട്ടാം എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നുള്ളത്. അതിന്റെ തെളിവാണ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. കണ്ടോ, ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ എന്ന് കൃത്യമായിട്ട് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുക. ഒരു സംശയമില്ലാതെ വളരെ സ്പഷ്ടമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദൈവജ്ഞാനം എന്നുള്ളത് ഈ നമ്മള് സദൃശവാക്യം 8-ാം അധ്യായത്തിൽ ജ്ഞാനമായി വിളിച്ചു പറയുന്നു എന്നത് യേശു ക്രിസ്തുവിനെ പറ്റി തന്നെയാണ് എന്നതിന്റെ ഒരു തെളിവായിട്ട് ഞാനിത് ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് യേശുക്രിസ്തുവിന്റെ ഒരു പര്യായമായിട്ട് നമുക്ക് കൂട്ടാം. യേശുക്രിസ്തു ജ്ഞാനമാണ് എന്ന് തെളിയിക്കുന്ന ഒരു തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ടുവന്നു. തീനിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്ന് അവർ പറയുന്നു. അടുത്ത വാക്യം ശ്രദ്ധിക്കൂ. ജ്ഞാനമോ തന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ജ്ഞാനമോ എന്നുള്ളത് ആരെ ഉദ്ദേശിച്ചാണെന്ന് വളരെ സ്പഷ്ടമാണല്ലേ. ഇത് യേശുക്രിസ്തുവിനെ പറ്റിയാണ് എന്ന് ഒരു സംശയമില്ലാതെ തെളിയിക്കപ്പെട്ടൊരു വാക്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായത്തിന് 35-ാം വാക്യത്തിലേക്ക് വന്നാൽ അവിടെയും ഇതുപോലൊരു വാക്യം നമുക്ക് കാണാം. 35-ാം വാക്യം, ജ്ഞാനമോ തന്റെ എല്ലാ മക്കളാലും നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതും യേശുക്രിസ്തുവിനെ കുറിച്ചാണ് എന്നാർക്കും സംശയം ഉണ്ടാവില്ലെന്നാണ് എൻ്റെ വിചാരം. അതിനകത്ത് വളരെ കൃത്യമായിട്ട് ആ വിഷയം അവിടെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ജ്ഞാനത്തെ പറ്റിയാണ് നമുക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സദൃശവാക്യം 8-ാം അധ്യായത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. സദൃശവാക്യം 1-ാം അധ്യായത്തിന്റെ ഈ ജ്ഞാനത്തെ പറ്റി, അത് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പരാമർശങ്ങൾ ധാരാളം കാണാം. ദൈവജനം ദയവായി പ്രാർത്ഥനാപൂർവം സദൃശവാക്യം 8-ാം അധ്യായം മൊത്തം വായിക്കും. പ്രത്യേകിച്ച് 22 മുതൽ അതിന്റെ അവസാനത്തെ വാക്യം വരെ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ ആ സത്യം എന്തെന്ന്, വഴി എന്തെന്ന് ഈ സദൃശവാക്യത്തിൽ സ്പഷ്ടമായിട്ട് തിരുവചനം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ 8-ാം അധ്യായത്തിൽ പരാമർശിക്കപ്പെട്ട ആ ജ്ഞാനം എന്നുള്ളത് യേശുക്രിസ്തുവിനെ പറ്റിയാണെന്ന് സാമാന്യമായി നമ്മൾ പ്രാർത്ഥിച്ച് ധ്യാനിച്ചാൽ ഉറപ്പായിട്ടും ബോധ്യമാകുമെന്നാണ് എൻ്റെ അനുഭവം. ഇനി ആർക്കെങ്കിലും ബോധ്യമായെങ്കിൽ ഞാൻ കുറ്റക്കാരനല്ല. എനിക്ക് പരിശുദ്ധാത്മാവ് കാര്യത്തിൽ ഉറപ്പ് തന്നിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്ര ഖണ്ഡിതമായി ശക്തമായ ആ വിഷയം ദൈവജനത്തെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ യേശുക്രിസ്തു ദൈവശക്തിയും ദൈവജ്ഞാനവുമാണെന്ന് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടല്ലോ. ആ ജ്ഞാനമായ യേശുവിനെയാണ് നമ്മൾ സദൃശവാക്യം 8-ന്റെ 22 നമ്മൾ കാണുന്നത്.
എട്ടാം അധ്യായം മൊത്തത്തില്. ഇനി ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുൻപേ യേശു ക്രിസ്തു ജനിച്ചിരുന്നു, അതൊരു സത്യമാണ്. പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപേ യേശു ജനിച്ചിരുന്നു. ആദ്യത്തെ ദൈവത്തിന്റെ സൃഷ്ടി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ യേശുവാണ്. അതിനുശേഷമാണ് പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിപ്പും ദൈവം നടത്തിയത്. അതുകൊണ്ടാണ് നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 5-24 വാക്യങ്ങൾക്ക് നമ്മൾ എന്തുവാ, ലോകസൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്ന എന്ന് പറയുന്ന വാക്യങ്ങൾക്ക് നമുക്ക് ശ്രദ്ധിക്കാമല്ലോ. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലാണല്ലോ അബ്രഹാം പിതാവിനെ പറ്റിയുള്ള ആദ്യത്തെ പരാമർശനം. എന്നാൽ അതിനു മുൻപേ താനുണ്ട് എന്ന് യേശു ക്രിസ്തു തന്നെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 58-ാം വാക്യത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വായിക്കാൻ കഴിയുമല്ലോ. ഈ പറഞ്ഞ വാക്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ യേശു ക്രിസ്തുവിന് ഒരു ആരംഭമുണ്ടെന്നത് സ്പഷ്ടമാണ്. താനൊരു സൃഷ്ടിയാണെന്നത് സംശയമില്ലാത്തൊരു സത്യകാര്യമാണ്. കർത്താവ് തന്നെയാണ് ഇത് പറഞ്ഞത്. നമ്മുടെ വെളിപ്പാട് പുസ്തകം 3:14 താൻ സൃഷ്ടിയാണ്, ദൈവസൃഷ്ടിയുടെ ആരംഭമാണ് എന്ന് താൻ തന്നെ പറ്റി തന്നെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അപ്പൊ പിന്നെ മറ്റു സാക്ഷ്യങ്ങളുടെ ആവശ്യമില്ലാന്ന്, അത് വളരെ കൃത്യമല്ലേ, വ്യക്തമല്ലേ, സ്പഷ്ടമല്ലേ? അതിനൊക്കെ പിന്നെ അതിനെ വ്യാഖ്യാനിച്ച് വേറെ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും ഈ തിരുവചന ഭാഗങ്ങൾ നമ്മെ ചിന്തിപ്പിക്കട്ടെ, സത്യത്തിലേക്ക് ദൈവം നമ്മെ വഴി നടത്തട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.